Hello everyone and welcome to Comedy Masters. Shweta ചേച്ചി ഹായ്. ഹലോ. നോബി ചേട്ടാ, ഡയന, അഖിൽ, ഹലോ. വണക്കം. വണക്കം. അപ്പൊ നമ്മുടെ ചിരിക്കൂട്ടം റെഡിയാണ്, ശ്വേത ചേച്ചി റെഡിയാണ്. ഇനി ഏവരും കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? നാട്ടുകൂട്ടം അല്ലേ? ദേ നോക്കൂ പ്രിയ പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ നാട്ടുകൂട്ടം. ഹായ് ചേച്ചിമാരെ, ഹായ് അനിത്യമാരെ, ഹായ് ഹായ് ഹായ്. ആ സുന്ദരിയുടെ പേര് ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, ബാക്കി ഇരിക്കുന്നത് എന്താണ് മോളെ പേര്? എന്റെ പേര് രാഗശ്രീ. രാഗശ്രീ. അതെ. ആലപ്പുഴയിൽ നിന്നും വരുന്നു. അതെ. ആലപ്പുഴയിൽ എവിടെയാണ്? കലവൂരാണ് ഞങ്ങള്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്? നിങ്ങളുടെ ട്രൂപ്പിന്റെ പേരെന്നാ? ഞങ്ങളുടെ ട്രൂപ്പിന്റെ പേര് ധൃതി വീരനാട്യം കലാസമിതി എന്നാണ്. സൂപ്പർ. നമ്മള് 16 മെമ്പേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ 13 പേരെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ നമ്മുടെ അന്വേഷണം പറയാം. ഈ താഴെ ഇരിക്കുന്ന സ്പെക്സ് വെച്ചിരിക്കുന്നതാണോ ടീച്ചർ നിങ്ങളുടെ മെയിൻ? അയ്യോ അല്ല, ഞാൻ ഹയർ സെക്കൻഡറി കെമിസ്ട്രി ടീച്ചറാണ്. ഓഹോ. നിഷ IHRD വർക്ക് ചെയ്യാണ്. ശരി, അപ്പൊ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്ന ടീച്ചർ ആരാ? ഞാൻ തന്നെയാണ്. സീമാജി നായരാണ്. വ്യക്തമായി സീമ ചേച്ചിയുടെ സൗണ്ട് അല്ലേ? പിള്ളേരോട് വൈട്ടളിച്ച് സൗണ്ട് പോയതാണ്. ഞങ്ങളുടെ ഏജ്ഡ് ആയിട്ടുള്ള ഈ മുതിർന്നവരില് ഏറ്റവും ചെറിയ കുട്ടിയാണ് മോള് രാഗശ്രീ. രാഗശ്രീയാണ് വിവാഹിതയാവും ഉടനെ. പക്ഷെ രാഗശ്രീയാണ് ഞങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. നമ്മള് സെയിമാ എല്ലാ കാര്യത്തിലും, പ്രായത്തിലാണെങ്കിൽ കൺട്രോളിംഗ് എല്ലാം സെയിം ടു സെയിം ടോ സെയിം തിങ്. അത് ഇത്തിരി അധികമായി പോയില്ലേ? താങ്ക് യു സോ മച്ച് ചേച്ചി. അത് മലയാളി പ്രേക്ഷകരും ഒന്നടങ്കം പറയാൻ ആഗ്രഹിച്ചത് ചേച്ചിയുടെ വായിൽ നിന്ന് വന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഒരല്പം പ്രായം കുറച്ചല്ലേ അവിടെ നിന്നാണ്. ചേച്ചി, എന്തായാലും കൗണ്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഒഫീഷ്യലി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. എല്ലാരെയും സ്വാഗതം ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ എല്ലാരെയും കൊണ്ടുപോകാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു പേടിപ്പിക്കുന്ന ലോകത്തേക്കാണ്. അയ്യോ, ഒരു ഡ്രാക്കുളയെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാലോ? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡ്രാക്കുള ഇങ്ങോട്ട് കൊണ്ടുവരാം. Okay, അതാണ് കറക്റ്റ് ടൈമിംഗ് ആണ്. ഇനി ഒന്നും പറയാനില്ല. കൈയടിച്ചു. ഇത് നല്ല കൗണ്ടർ, നല്ല കൗണ്ടറായിരുന്നു. ഡ്രാക്കുള വരട്ടെ. ഓ എന്റെ അമ്മേ. സൂപ്പർ. അണ്ണാ, ഇവിടെ ആരും ഇല്ല അണ്ണാ. എൻട്രി പഞ്ച് കളയാൻ വേണ്ടി രാത്രി ആയാലും അവനൊന്നും ഉറക്കമില്ല. എവിടെന്നെങ്കിലും കെട്ടും പൊട്ടിച്ചോണ്ട് വന്നോടും. എന്താ കണ്ണാ 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 എന്ത് കണ്ണാന്നു? വെള്ളം താണ കുടിക്കാൻ. വെള്ളം ഇവിടെ ഞാൻ ആരാണെന്ന് മനസ്സിലായ? അഡ്വക്കേറ്റ് അല്ലേ? എടാ ഡ്രാക്കുള പ്രഭു. പ്രാക്കുളം പ്രഭു ഇച്ചി വെള്ളം എടുത്താണ്. ഡ്രാക്കുളം പ്രഭു, ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള. ഇടിച്ചക്കളപ്പം വീട്ടിൽ അമ്പലിക്കുട്ടൻ. അങ്ങനെ പറഞ്ഞ നിങ്ങളെ വീട്ടുകാർ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടുകാർ പറഞ്ഞു. വീട്ടുപേരല്ലെന്ന്. ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. ബേക്കറി ഇരിക്കുന്ന രസഗുള. ചേടേ, ഞാൻ എങ്ങനെ പറഞ്ഞു? ഇത് ഡ്രാക്കുള കോട്ടയാണ്. നിങ്ങൾ അമ്പലിക്കുട്ടൻ. എങ്ങനെ ഇവിടെ എത്തി? ഞാന് പരിപാടിക്ക് വന്നേ ലണ്ടനില്. മറ്റേ നമ്മളെ നോബി അഖിലൊക്കെ ഇല്ലേ, അവരിവിടെ പരിപാടിക്ക് വന്നയാ. എന്നിട്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ ചാടി. എന്നിട്ട് ഓടുന്ന വഴി വെള്ളം കുടിക്കാൻ കയറിയതാ. ഇവിടെ വെള്ളമൊന്നുമില്ല. ഇവിടെ വെള്ളമില്ല. എന്തെങ്കിലും തിന്നാനെങ്കിലും വല്ലോ താണ. ആ ഫ്രിഡ്ജിനകത്ത് രാവിലത്തെ പഴങ്കഞ്ഞി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആട്ടിയ മാവുണ്ട്. ദോശ തൊട്ട് ഇച്ചിരി ചമ്മന്തി അരച്ച് കഴിച്ചോ. നിന്റെ കുശലിക്കാരനാണ് ഞാൻ. നീ ആഹാരം ചോദിക്കുമ്പോഴത്തേക്കും പട്ടുകട. എന്തെങ്കിലും ഇവിടെ ആഹാരം കഴിക്കാറില്ല ഞാൻ. പിന്നെ ഞാൻ കുടിക്കാറുള്ളൂ. എവിടെ എടുത്ത് പൊട്ടി നമുക്ക് കടി തുടങ്ങാം. ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്. രക്തമാണ് കുടിക്കുന്നത്. ഇത് രക്തോ? അതെ. അയ്യോ, നിങ്ങളുടെ നാട്ടിൽ പ്രേതങ്ങളൊന്നും ഇല്ലേ? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ നാട്ടിലുള്ള ആപ്പോപ്പ് പ്രേതങ്ങളെ പോലെ അല്ല ഞാൻ. ഞാനൊരു വാമ്പയറാണ്. അവിടെ ഉള്ളൊക്കെ ചെറുപയറാ. ചെറുപയറാ? നിങ്ങള് വൻപയറെന്ന് പറഞ്ഞു. വൻപയറും ചെറുപയറും അല്ലെന്ന്. പിന്നെന്തേ? മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന ഡ്രാക്കുളയാണ് ഞാൻ. ഇത് ചോരേ? ഇത് തിളച്ച ചോര. ഇതും വേണോ? അത് ഇച്ചിരി പഞ്ചാരയും ഇച്ചിരി തേയിലൊക്കെ ഇട്ട് തന്നാൽ ചോരച്ചായ ആയിട്ട് കുടിക്കാൻ. ഒന്നും വേണ്ടാത്തതില്ലല്ലേ? എനിക്കാണെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പൊ പുറത്തു പോയിട്ടെ ബ്ലഡ് കുടിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ്. എന്താണ് നോക്കണത്? എന്റെ ബ്ലഡ് കുടിക്കുവോ? നിന്റെ കുറച്ചു നേരത്തേക്ക് കുടിക്കാൻ പറ്റൂല. ഇത് കണ്ട
അയ്യോ പല്ലില്ല എന്ത് ചെയ്ത് അത് പെരിഞ്ഞാന്ന് ഞാൻ ബെർമിംഗ്ഹാമിന്റെ മോള് വഴി ഇങ്ങനെ പറന്നു പോവായിരുന്നു. അപ്പൊ താഴെ സുന്ദരിയായ ഒരു പെണ്ണ് ഫ്രോക്ക് ഇട്ട് നിൽക്കുന്നു. ഒന്നും നോക്കിയില്ല, ചാടി കഴുത്തിലൊരു കടി, രക്തം കുടിക്കാൻ വേണ്ടി. പല്ല് രണ്ട് പ്ലച്ചനെ തെറിച്ചു പോയി. അത് പൂന്തോട്ടത്തിൽ വെച്ചിരുന്ന ഒരു കൽപ്രതിമയായിരുന്നു. ഡെന്റിസ്റ്റിനെ കണ്ടാൽ പറഞ്ഞു 2 ദിവസത്തേക്ക് ഒന്നും ചൂടുള്ളത് കഴിക്കാത്ത തണുത്തതൊന്നും കഴിക്കില്ലെന്നോ. അവിടെ ജയിലൊക്കെ കെട്ടിയിട്ടേക്കുന്ന അത് ജയിലൊന്നും അല്ല, അതൊക്കെ കൗണ്ടറുകളാണ്. രണ്ടെണ്ണം ഞാൻ നമ്മളവിടെ കൗണ്ടറിൽ തുഴയുന്ന ഗ്രൂമേഴ്സിന് കൊടുക്കാൻ. അത് അങ്ങനത്തെ കൗണ്ടർ അല്ല സുഹൃത്തെ, അത് ബ്ലഡ് ബാങ്കിന്റെ കൗണ്ടറുകളാണ്. ഇവിടെ എന്നെ ചുറ്റിപ്പറ്റി അടിമകളായ കുറെ യക്ഷികളുണ്ട്. ഓരോ യക്ഷിക്കും ഓരോ ബ്ലഡ് ഗ്രൂപ്പാണ്. അങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താന്നാ ഇവിടെ എ പോസിറ്റീവ് ബ്ലഡ് ഉള്ള ഒരു യക്ഷിക്ക് എ നെഗറ്റീവ് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ? ചത്തുപോവില്ലേ? കൊടുക്കാം. എങ്ങനെ കൊടുക്കും? ഈ നെഗറ്റീവ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇങ്ങനെ ഇത് കുടിച്ചെഴുമ്പോ യക്ഷിയുടെ നാക്കിന്റെ നടുക്കൂടി ഇങ്ങോട്ട് വരച്ചാൽ മതി. പറ്റിക്കാൻ അറിയത്തില്ല, കുടിച്ചോളും. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സാധാരണ ഈ മറ്റേ പിരമിഡിലല്ലേ താമസിക്കുന്നത്? അത് മമ്മി. അപ്പൊ നിങ്ങളെ പപ്പേ? എന്റെ മമ്മിയും പപ്പ അല്ല, ഈജിപ്ഷ്യൻ മമ്മിയാണ് പെരുമിണ്ണാത്തുള്ളത്. എനിക്ക് മമ്മിയും പപ്പയൊന്നുമില്ല. നിങ്ങൾ എന്താ നടക്കാപുരത്തിന്റെ പൊത്തിന്ന് വലിച്ചെടുത്തേ? എനിക്ക് ആരെങ്ങോട്ടെങ്കിലും പൊക്കൂടായിരുന്നു. എനിക്ക് ഒന്നാമത് രാത്രി ഉറക്കമില്ല. ഇവിടെ വന്നിരുന്ന് എന്നെ പ്രാന്തരിപ്പിക്കാൻ വേണ്ടിട്ട്. വിശക്കുന്ന വല്ലതും താരണ വിശക്ക് ഇവിടെ ആഹാരം ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണം. ആഹാരം നീ ഒരു കാര്യം, നീ ആരെവിടെയാണ് പരിപാടിക്ക് വന്നത്? ഞാൻ മറ്റേ അഖില് മറ്റേ വെളുത്ത നോബി അവരുടെ വെളുത്ത ആ വെളുത്ത അഖിലിനെ കൊണ്ടുവരാത്തത് എനിക്ക് വെളുത്ത ആൾക്കാരുടെ രക്തം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെളുത്ത അഖിലിനെ കൊണ്ടുവരാത്തത് വെളുത്ത ആൾക്കാരുടെ രക്തം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ ചോര കുടിക്കാനാ നഷ്ടമാണ്. ഒറ്റ വലിക്കില്ല, സിപ്പ കുടിക്കുന്ന. പക്ഷെ മറ്റവനെ കിട്ടണം. ആര്? നോബിയെ. അയ്യോ 2 വർഷം വച്ചിരുന്ന് കുടിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചീത്തയാവത്തുമില്ല. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എന്റേത് എ പോസിറ്റീവ്. എ പോസിറ്റീവ്. യക്ഷി വരട്ടെ പറഞ്ഞു കൊടുക്കാം, യക്ഷി വരട്ടെ പറഞ്ഞു കൊടുക്കാം, യക്ഷി വരട്ടെ പറഞ്ഞു കൊടുക്കാം. ലോകം മൊത്തം കിടുകിട പറപ്പിക്കുന്ന ഇടിക്കുളാണ് ചാടുന്നു നോക്കിയാൽ. പിന്നെ എന്തോന്ന് ഏതാ ഒരു ഊള പറ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോക്കില്ല. അയ്യോ എനിക്ക് പോണം. തിരിച്ചു പോകാൻ പറ്റത്തില്ല. എനിക്ക് വീട്ടിൽ പോണം. വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് അന്ത് ഇവിടുന്ന് ബസ്സില്ലേ? ഇത് ട്രാക്കുള കോട്ടയാണ്. നിനക്ക് ബസ് കിട്ടാൻ കിഴക്കേ കോട്ടയല്ലേ? എന്നാലും എനിക്ക് പോണം. തർക്കുത്തരം ഇവിടെ പറ്റില്ല. തർക്കുത്തരം പറയാൻ പാടില്ല. അത് കൊന്ത് നിങ്ങൾക്ക് പറയാമോ തർക്കുത്തരം? എന്റെ ട്രാക്കുള കോട്ട എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. എന്ത് കട്ടോന്ന് തിന്നാനും ഒന്നുമില്ല. എനിക്ക് വീട്ടിൽ പോണല്ലോ. വീട്ടിൽ പോകണമെന്നാ? നീ നാട്ടിൽ നിന്ന് കൊണ്ട് ചാടി വന്നേന്തിന്? പരിപാടിക്ക് വന്നേന്ന് പറഞ്ഞില്ലേ? പരിപാടി വന്നതാ? അല്ല എന്തിനായിരുന്നു പരിപാടി? പരിപാടി മിമിക്രി. മിമിക്രി എങ്ങനെയാണ് ഈ മിമിക്രി എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ സിനിമാ നടന്മാരെയൊക്കെ അനുകരിക്കും. ആണാ? എനിക്ക് ഞാൻ മിമിക്രി ഇതുവരെ കണ്ടിട്ടില്ല. ഏതൊക്കെ സിനിമാ നടന്മാരെ കാണിക്കും? ഒരെണ്ണം കാണിക്കാം. സ്റ്റേജിൽ കാണിക്കും പോലെ കാണിക്കാം. വീതുളി കൃതാവുമായി മലയാള സിനിമയിലെ രോമാഞ്ചമായിരുന്ന മാമൻ. നിന്റെ മാമനാ? അല്ല സോമൻ. കേട്ടോ? നീരാ തിരുമേനി. അത് പല്ലളവിന്റെ ചെറിയ നീരുണ്ട്. അതിലെ ഡയലോഗ് എണീച്ചപ്പം പല്ലി വെച്ചിട്ടില്ല. എണീച്ചപ്പം പല്ലി വെച്ചിട്ടില്ലേ? അല്ല ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരംവെട്ടുകാരനായിരുന്നു എന്റെ അപ്പച്ചൻ. എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച അപ്പച്ചന്റെ മുന്നിൽ വെട്ടിക്കൊന്ന കോടാലി ജയിലിൽ പോകുമ്പോ റേഞ്ചർ സാഹിബിന് 9 വയസ്സ്. എങ്ങനെയാണ് സിനിമയിൽ പറയുന്നത്? എന്തോ എന്നാ ഇതൊക്കെയാണ് അവിടെ പോയി ചെയ്തത്. നെറ്റിൽ എന്തോ മുറിവ്? ഇത് പരിപാടി കഴിഞ്ഞപ്പം കുറെ പേര് ഒന്ന് കാലി പിടിച്ചതാ. കാലി പിടിച്ച നെറ്റി എങ്ങനെ മുറിയും? കാലി പിടിച്ച് ഇങ്ങനെ പിടിച്ച് അടിച്ചാ പിന്നെ നെറ്റി മുറിയത്തില്ല. ഇതല്ലേ പരിപാടികൾ കാണിക്കണം, അതുകൊണ്ടാണ് നെറ്റിയൊക്കെ മുറിഞ്ഞിരിക്കുന്നത്. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം തരാം. ഞാനൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അതെന്തിന്റെ ലിസ്റ്റ്? അത് എനിക്ക് ചോര ഓടിക്കേണ്ട ഒരു ലിസ്റ്റാണ്. അയ്യോ ഇത്രയും പേരുണ്ടോ? ഇത്രയും പേരുണ്ട്. പക്ഷെ ആരെന്നൊക്കെ എങ്ങനെയൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നു. സാധാരണ ഇപ്പൊ ഞാൻ ചെയ്യുന്നറിയാമോ? എനിക്ക് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. അതിനകത്ത് ഞാനൊരു മെസ്സേജ് ഇടും. അർജന്റായിട്ട് ബി പോസിറ്റീവ് ബ്ലഡ് 2 കുപ്പി വേണം, ബെർമിംഗ്ഹാമിന്റെ ജംഗ്ഷനിൽ ഒന്ന് നിൽക്കാൻ പറയും. അങ്ങനെ നമ്മൾ ബ്ലഡ് കുടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. അണ്ണാ പിന്നെ ഞാൻ ഇവിടെ എന്തെങ്കിലും പണി ചെയ്ത് ഇവിടെ നിന്നോട്ടാണാ? ഇവിടെ നിന്നോട്ടാന്നാ? നിനക്ക് എന്തായാലും തിരിച്ചു പോക്കില്ലല്ലോ. നാട്ടിൽ പോകാൻ പറ്റത്തില്ലെന്ന്. എന്ത് പറ്റി? ഞാൻ പെട്ടെന്ന് നാട്ടിലെങ്കിൽ വൈറലായി. നല്ലതല്ലേ? എങ്ങനെ വൈറലായി? അത് ഒരു CCTV വെച്ചതാ വീട്ടില്. ഞാൻ തന്നെയാ ഫിറ്റ് ചെയ്തത്. അത് സംഭവം CC ക്യാമറ ബെഡ്റൂമിലും എന്റെ TV മറ്റേ മതിലിന്റെ അവിടെ തിരിഞ്ഞു പോയി വെച്ചത്. വൈറലായല്ലേ? പിന്നെ ഞാൻ പിന്നെ ഒരു ഫോൺ ആർട്ടിസ്റ്റ് ആണല്ലോ. TV കണ്ടതുകൊണ്ടായിരിക്കും. അല്ലെന്ന് ഞാൻ ജന്മനാ കലാകാരൻ. ബോൺ ആർട്ടിസ്റ്റ്. അങ്ങനെ പിന്നെ ഒരു കാര്യം പോയി കിടന്ന് പറയും ഇവിടെ കഴിക്കാനൊന്നും ഒന്നുമില്ല. അവിടെയാണ് കഴിക്കാൻ ആഹാരമൊന്നും ഇല്ലെന്ന്. കഴിക്കാൻ ആഹാരം ഇല്ല. ഞാൻ വലിച്ചോണ്ടിരിക്കാം. അല്ല പൊടിയേ മൂക്കിപ്പോയി. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഞാൻ ഭയങ്കര സിഗരറ്റ് വലിയായിരുന്നു. ഒരു ദിവസം 5 പാക്കറ്റൊക്കെ വലിച്ചാളെ. അത് നിർത്താൻ വേണ്ടി ഇത് തുടങ്ങി. ഇപ്പം ദിവസം 8 പാട്ട വേണം. സിഗരറ്റ് വലിയ അല്ല സിഗരറ്റ് ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കുന്നോണ്ട് ഇത് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് എല്ലാം ഉണ്ട്. നിർത്തിയില്ല തുടങ്ങുകയും ചെയ്തു. നോക്കട്ടെ എങ്ങനെയാണ് നോക്കട്ടെ. സംഭവം നമ്മൾക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അങ്ങനെ ആരും കൊണ്ടുവന്നിട്ടില്ല. ഇത് മൂക്കിൽ വലിച്ചു കയറ്റണം.
വിസ്മയുടെ ഗുലാം കൂടെ പറ. ചീട്ട് കളിക്കാൻ ഇരിക്കല്ല, അയാൾ വലിച്ചു നോക്ക്, അങ്ങനെയൊക്കെ വരും. കാണട്ട് വാഷിംഗ് മെഷീനും കൂടെ തുന്നിയിട്, ഓൺ ഓഫർ തികയുമല്ലോ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ല, എനിക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ മറ്റേ സംഭവത്തിനെ എനിക്ക് ഭയങ്കര മാനസിക പ്രയാസം. ഭയങ്കര പ്രയാസം. നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ നമ്മൾ ഡൗൺ ആവരുത്. നമ്മൾ ചെയ്യേണ്ടത് യൂട്യൂബിലൊക്കെ മോട്ടിവേഷണൽ പ്രോഗ്രാം ഇല്ലേ ഒരാൾക്കാർ ചെയ്യുന്നത്, അത് നമ്മുടെ മനസ്സിനെ അപ്പാക്ക്. ആര്? അവര് പറയുന്നവര് പറ്റിപ്പ്. അവ അതിനകത്ത് പറയാണ്, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും നെഞ്ചും വിരിച്ച് നിൽക്കണം, തളരരുത്, പതറരുത്, നമ്മൾ ആരെ മുമ്പിലും കെഞ്ചരുത്, യാചിക്കരുത്. അതുപോലെയൊക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ട് എന്റെ അവസാനം അവൻ പറയാണ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതും തൊഴുതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കാം അവനെയൊക്കെ? ശരിയാണ്. ഒരു കാര്യം ചെയ്യും, പോയി കിടന്നുറങ്ങും, നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് പോയി കിടന്നുറങ്ങും. ഞാൻ എന്റെ മാത്രമല്ല, എല്ലാരും ആഗ്രഹമാണ് നല്ല സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങണമെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്ത് നല്ല സ്വപ്നങ്ങൾ എല്ലാരും ആഗ്രഹമാണ്. നല്ല പെണ്ണ്, വീട്, കാശ്, കാറ്, ഇതൊക്കെ സ്വപ്നം കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നത്. പക്ഷെ കാണുന്നതാ കുത്താൻ വരുന്ന ആന, കടിക്കാൻ വരുന്ന പട്ടി, കൊക്ക, പാമ്പ്. എങ്ങനെ ഉറക്കം വരും? കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. ഉറക്കമില്ലാത്തതുകൊണ്ട് സ്വപ്നം കാണില്ല. ഉറക്കമില്ല. ഇല്ല. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാം. ഇനിയും പറഞ്ഞിരിക്കാന്ന്. ഞാൻ ഈ നാട്ടിലൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ കഥയൊക്കെ പറയും. ബോറടി മാറും. പിന്നെ ബോറടി മാറട്ടെ. ഞാൻ ഒരു സംഭവം പറയട്ടെ. ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോവുകയാണ്. ആ ഹെലികോപ്റ്ററിൽ ഒരു ഇന്ത്യക്കാരൻ, ഒരു അമേരിക്കക്കാരൻ, ഒരു ജപ്പാൻകാരൻ. പക്ഷെ ഒരു പ്രശ്നം വന്നു. ഇത് പറന്നുകൊണ്ടിരുന്നപ്പോ ഇതിന്റെ ഭാരം കൂടി. അപ്പൊ ഒരാള് പുറത്ത് പോണം. അപ്പൊ എന്ത് ചെയ്യും? ആരും പോകാൻ തയ്യാറല്ല. അപ്പൊ ഈ അമേരിക്കക്കാരനും ജപ്പാൻകാരനും കൂടെ പ്ലാൻ ചെയ്ത് ഇന്ത്യക്കാരനെ വെളിയിലോട്ട് തള്ളിയിട്ട്. എന്നിട്ട് അത് പോട്ടെ, അല്ലെ അത് വേണ്ട, വേറെ കഥ പറയാം. വേറെ എന്ന് വെച്ചാല് ഒരു ആന മരത്തിൽ കയറി എന്ത് ചെയ്യും? ആന മരത്തിൽ കയറിയാൽ മരം ഒടിഞ്ഞു വീഴും. അല്ല, പിന്നെ ഭൂമിയിലുള്ള ഒരു ആനയുടെ എണ്ണം കുറയും. അപ്പം 2 ആന മരത്തിൽ കയറിയാലോ? 2 ആന മരത്തിൽ കയറിയ ഭൂമിയിലുള്ള 2 ആനയുടെ എണ്ണം കുറയും. അല്ല, പിന്നെ ഈ മരത്തിൽ 2 ആനയാവും. അല്ല, അതും പോട്ടെ, അതും കൊള്ളൂല. നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കൂ. വേറെ പറയാം. ഒരു മരുഭൂമി, അതിലൂടെ 3 പേര് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ നടുക്ക് നിൽക്കുന്ന ആഗ്രഹം മുമ്പിൽ നിൽക്കുന്നവനെ കുത്തിക്കൊല്ലാൻ. അവൻ നടുക്കിരിക്കുന്ന പിച്ചാത്തെടുത്ത് കുത്താൻ പോയതും പുറകൊന്നോ മരിച്ചു വീണു. ആരാണ് കുത്തിയത്? മുമ്പിൽ നിന്നവനെ കുത്താൻ ബാക്ക് ചെയ്യുന്നോ നോക്കി. പക്ഷെ ഏറ്റവും പുറകുന്നുള്ളവൻ മരിച്ചു വീണു. എങ്ങനെ മരിച്ചു? അതെങ്ങനെ മരിച്ചു? നേരത്തെ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ഇന്ത്യക്കാരനെ തള്ളിയിട്ടില്ലേ, അത് അവന്റെ പെടലിലാണ് വന്ന് വീണത്. എന്നിട്ടാണ് അവൻ ചത്തുപോയത്. ഇപ്പൊ തന്നെ കർമ്മം ചെയ്തേക്ക്. ഇതിടോ, കറക്റ്റ് അളവ് തന്നെ തോന്നല്ലേ? എന്തിനാ ഇത് മാറ്റി തയ്ക്കണോ? വേണ്ടല്ലോ. ഇല്ല, കൊള്ളാം. കറക്റ്റ് തന്നെയല്ല. എന്റെ മാസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു, എന്നെക്കാളും മികച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ കോട്ടയിൽ നിന്ന് മോചനം തരാമെന്ന്. എന്തുകൊണ്ട്? നീ തന്നെയാണ് ഇതിന് അനുയോജ്യൻ. ഈ കോട്ടയുടെ പ്രഭു ഇനി മുതൽ നീയാണ്. സത്യം. എന്തുകൊണ്ടെന്ന് മനസ്സിലായ? അത് വായ്മളന്നിക്കാ ചോദിക്കണം. എടാ, ഞാൻ വല്ലപ്പോഴും ചോരോടിക്കല്ലേ ഉള്ളൂ. പക്ഷെ നീ എന്ന് പറഞ്ഞ ഓരോന്ന് പറഞ്ഞ് നാട്ടുകാരെ ചോരോടിച്ചോണ്ടിരിക്കാനാ നീ. അപ്പൊ ഇനി മുതൽ ഈ കോട്ടയുടെ ഡ്രാക്കുള പ്രഭു നീയാണ്. വെറും ഡ്രാക്കുള അല്ല, അമ്പളിക്കുട്ടൻ ഡ്രാക്കുള. Too much. അതെ, നീ തിരിച്ചു വന്നല്ലോ, അതിന് ഞങ്ങൾക്ക് സന്തോഷം. അല്ല, എന്റെ മനസ്സിലുള്ള ചില ആശയങ്ങളാണ് ഞാൻ ഇങ്ങനെ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലായി. ആശയായിട്ടല്ലേ ഉള്ളൂ, പാവം. യഥാർത്ഥാവില്ലല്ലോ. അല്ല, അത് എന്റെ മനസ്സിലുള്ളത്. അതെല്ലാം ശരിയാവണമെന്നില്ല. പിന്നെ ഇത് ആരും കണ്ണുവെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 കണ്ണ് വെച്ചേക്കുന്നത് ഇതിൽ. അതും മനസ്സിലായില്ലേ? അതെ. അതുപോലെ കുറച്ച് തമാശകൾ നമ്മുടെ മനസ്സാകുന്ന ക്യാൻവാസിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് 3 പേരിവിടെ എത്തിയിട്ടുണ്ട്. ആ 3 പേരെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രവീൺ ചേട്ടൻ, ബൈജുക്കുട്ടണ്ണൻ, പിന്നെ അവരുടെ കൂടെ പുതിയതായിട്ട് വന്ന അനീഷ് ചേട്ടൻ. ഒരു കൈ ആ ബാറ്ററി ഒന്ന് ഓണാക്കി തരുമോ ചേച്ചി? ബാറ്ററി ഓണായി. അപ്പൊ ഇനി നമ്മുടെ മനസ്സിലാകുന്ന ക്യാൻവാസിലേക്ക് ഒരുപാട് തമാശകൾ വരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം പ്രവീൺ ചേട്ടൻ, ബൈജുക്കുട്ടണ്ണൻ, അനീഷ് ചേട്ടൻ. എന്റെ പൊന്നളാവേ, ഇന്നെങ്കിലും എന്റെ മോന്റെ രേഖാചിത്രം ഒന്ന് വരച്ചു തരൂ. കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. 7ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോയതാണ് എന്റെ മോൻ. അന്ന് അവന്റെ രേഖാചിത്രം വരക്കാൻ
നടക്കാൻ കൊണ്ടെന്ന് വെച്ചാക്കണതാ. ഇപ്പൊ 27 വർഷമായി. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എത്ര രേഖാചിത്രം വരച്ച് തന്നു. ആ രേഖാചിത്രവും വരച്ചു തന്ന്. പക്ഷെ ഉണ്ണിയാണോ ഉണ്ണിയുടെ കണ്ണേതാണോ മുഖേതാണോന്നോ മനസ്സിലാവണ്ടേ. പിന്നെ മനസ്സിലാവാത്തത് കൊണ്ടൊരു ഗുണമുണ്ടായി. ആ പടങ്ങൾ വെച്ചിട്ട് ഞാൻ 2 എക്സിബിഷൻ നടത്തി. ചേട്ടാ, ഈ രേഖാചിത്രം വരയ്ക്കുന്നത് നിസാര പണിയല്ല. അതറിയാല്ല, എന്നാ അറിയാവുന്ന പണിക്ക് വെക്കൂടെ? അതല്ലെന്നേ, ഈ രേഖാചിത്രം വരയ്ക്കുമ്പോ വരയ്ക്കുന്ന ആളിന്റെ കണ്ണ്, മൂക്ക്, അടയാളങ്ങൾ അത് കൃത്യമായിട്ട് കിട്ടിയാലല്ലേ ഇത് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ അങ്ങനെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്ത് വരച്ചിട്ടാണ് ഇന്നലെ ഒരു പശുവിന്റെ പടം കൊടുത്ത് ഞാൻ തോട്ടി കളഞ്ഞത്. എന്റെ നന്ദിനി പശുവിനെ കൊണ്ടുപോയി കളഞ്ഞാ. ഒറ്റയടിക്ക് ഞാൻ പിടിച്ചിട്ട്. നീ ഇങ്ങോട്ട് വന്നേ, ഞാനൊരു സത്യം ചോദിച്ചോട്ടെ. നിനക്ക് വർക്ക് കിട്ടാൻ വേണ്ടി എന്റെ മോനെ നീ തട്ടിക്കൊണ്ടുപോയതാണ്. അങ്ങനെയൊന്നുമല്ല. പിന്നെ ചേട്ടന്റെ മോന്റെ രേഖാചിത്രം കിട്ടിയാ പോരെ? മതി. ഇന്നലെ രാത്രി ഞാൻ ഉറക്കോളച്ചിരുന്ന് വരച്ചിട്ടുണ്ട്. കിട്ടിയാ? പിന്നെ എന്റെ ദൈവമേ, 27 വർഷത്തെ എന്റെ മോനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കുക. എവിടെ? ദേ, നോക്കിക്കേ. എങ്ങനെയുണ്ട്? ഇതെന്താടാ ഒരു വലിയ മുഖത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു മുഖം? അല്ല, ചേട്ടനല്ലേ പറഞ്ഞ ഉണ്ണിയുടെ മുഖത്ത് ഒരു ഉണ്ണി ഉണ്ടെന്ന്. ഉണ്ണി കണ്ടു. എടാ, മണ്ണുണ്ണി മറുകിട്ടെന്നാടാ ഞാൻ പറഞ്ഞത്. അത് കറക്റ്റ് ആയിട്ട് പറയണ്ടേ, എന്നാലും എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അത് ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കറക്റ്റാക്കിട്ടുണ്ടോ? പിന്നെ എന്റെ ദൈവമേ, എന്റെ 27 വർഷത്തെ ഒരു കാത്തിരിപ്പ് എന്റെ മോന് ഒരു നോക്ക് കാണാൻ. കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്താണത്, ചിക്കൻ ബോക്സ് വന്നു ഉണ്ണിയാ? അല്ല, ചേട്ടനല്ലേ പറഞ്ഞ ഉണ്ണിയുടെ മുഖത്ത് മറുകൊണ്ടെന്ന്. എടാ, ഞാൻ ഒരു മറുകിണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറഞ്ഞില്ല. അതാ പറഞ്ഞത്, കറക്റ്റ് ചെയ്ത് പറയണം, എന്നാലേ എനിക്ക് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. എന്റെ ദൈവമേ. ഇതെങ്കിലും കൃത്യമായിട്ട് പറയണം. എന്ത്? ഉണ്ണിയുടെ പല്ല് എങ്ങനെയായിരുന്നു? അവൻ പോകുമ്പോ കുഞ്ഞായിരുന്നല്ല. ആര് ചേട്ടനാ? ഞാനല്ലടാ അവൻ. അപ്പൊ അന്ന് പുഴുപ്പല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പല്ലൊക്കെ പോയിട്ടുണ്ടാവും. ഓ ഭാഗ്യം, അപ്പൊ പല്ല് വരയ്ക്കേണ്ട കാര്യം. നീ ഒരു പുല്ലും പറക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കൊള്ളു. എന്റെ ചേട്ടാ, എനിക്ക് ഒരു ചാൻസ് കൊടുത്താ. അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ആശാനെ വിളിക്കാൻ, പുള്ളി വരച്ചു തരും. നിനക്ക് ആശാനൊക്കെ ഉണ്ട്? പിന്നെ ആര്? ആർട്ടിസ്റ്റ് സുരേഷ്. എന്റെ ദൈവമേ, അവനാ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടിനെ വരക്കാൻ പറഞ്ഞപ്പോ മല്ലപ്പിള്ളി പോയി മധുരയിൽ കൊടി വരച്ചു വെച്ചവരാണ്. അന്ന് ഞാനും ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, അങ്ങനത്തെ വീമ്പത്തരം പറഞ്ഞിട്ട് കിടക്കണ. അതല്ല ഞാൻ ആലോചിക്കുന്നത്, എന്താ? ഈ ഉണ്ണി പോയിട്ട് വിവരമൊന്നും ഇല്ലേ? അവന് വിവരം ഉണ്ടായെങ്കിൽ അവൻ പോകുമായിരുന്നു. അതല്ലെന്ന്, അവന്റെ അറിവൊന്നും ഇല്ലെന്ന്. ആ, അവൻ പോയി 18 വർഷം കഴിഞ്ഞപ്പോ എനിക്കൊരു കത്ത് വന്ന്. ആ കത്ത് ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുക. അതെന്നെ വായിക്കാൻ അറിയാൻ പാടില്ല. അവന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട്. ആ, ഒന്ന് വായിച്ചേ. വരയ്ക്കാൻ എന്തെങ്കിലും കിട്ടിയാലാ. വായിക്കും. പ്രിയപ്പെട്ട അച്ഛ, ഞാൻ നാട് വിട്ടത് നന്നായി. ഇപ്പൊ ഞാൻ എറണാകുളം എന്നൊരു സ്ഥലത്ത് സ്വന്തമായിട്ട് ബിസിനസ് നടത്തി ജീവിക്കുന്നു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ നശിച്ച കേരളത്തിലേക്ക് ഞാൻ ഇല്ലാന്ന്. വിദേശത്താണ്. വിദേശത്താണ്. പിന്നെ ചുമ്മാതല്ല ഞാൻ വരയ്ക്കുമ്പോ ഇവിടെ കിട്ടാത്തത്. അതെ, ഞാൻ തരുവേ. ഈ കത്ത് കിട്ടിയോളം തുടങ്ങിയിട്ട് ലോകത്തുള്ള സകലമാന ഉണ്ണിയുടെ ഫോൺ നമ്പർ തപ്പി ഞാൻ വിളിച്ച്. പക്ഷെ അതിനകത്ത് ഒരു ഉണ്ണി മാത്രം എന്നെ തെറി വിളിച്ച്. അതേതുണ്ണി? ദിവ്യ ഉണ്ണി. ഉണ്ണി മുകുന്ദനെ വിളിക്കാഞ്ഞത് ഭാഗ്യായി പോയി. അവൻ ചെവി പറിച്ചെടുത്തേനെ. അയ്യോ, എന്റെ ചേട്ടാ, ആ ഉണ്ണിനെ എന്റെ മുമ്പിൽ ഒരു ദിവസം കൊണ്ടുവന്ന് നിർത്ത്. അവനെ നോക്കി ഞാൻ അവന്റെ രേഖാചിത്രം കൃത്യമായിട്ട് വരയ്ക്കാം. പറഞ്ഞിട്ടു. ഇവന് രേഖാചിത്രം വരക്കാൻ നാട് വിട്ടുപോയ ഉണ്ണിനെ ഇവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. എടാ, അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തല്ലു കൊടുക്കണം നിന്നായിരിക്കും ഞാൻ. അല്ല, ഇവിടെ വരയ്ക്കാനായിട്ട് വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരുത്തൻ ട്രോളി ബാഗുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതാരാ അത്? അച്ഛനാ? ഇത് ആരാച്ചാരാ? ആരാച്ചാരാണ്? എന്നാ ആദ്യം ഇവനെ തൂക്കിക്കൊല്ലു. ആരാച്ചാരമല്ല, ഇത് ആരാന്ന്. എടാ, അവൻ അവിടെ നിക്കട്ടെ, ആദ്യം നീ ആരാന്ന് പറ. ഞാൻ ഉണ്ണി. ഇവന്റെ കളർ കണ്ടപ്പോഴേ തോന്നി ഏതോ പുഴുങ്ങിയ മുട്ടയില ഉണ്ണിയാ. ചായ ഉണ്ടാ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയ. ചായ ഉണ്ടാ, ആരെങ്കിലും ചായ ഉണ്ടാ? ഒരു മിനിറ്റ്, ഇന്ന് ഇവൻ കുടിച്ചതിന്റെ ബാക്കി തിരിയുണ്ട്. കുടിച്ചതിന്റെ ബാക്കി ചായ എടുത്തിട്ട് 7 വർഷം മുമ്പ് നാട് വിട്ടുപോയ അച്ഛന്റെ മകൻ ഉണ്ണിയാണ്. ഉണ്ണി, എന്റെ ഉണ്ണി, ആ അച്ഛന്റെ പൊന്നുണ്ണി, അച്ഛന്റെ കണ്ണനുണ്ണി. അത് മനസ്സിലായി. നിർത്തിക്കേത് ഉണ്ണി. പിന്നെയും വലിച്ചു തീട്ടുവാണ്. ഉണ്ണി, എന്റെ ഉണ്ണി, എന്റെ ഉണ്ണി. നോബിയച്ചാ, ഉണ്ണി, നോബിയച്ചാ, നോബിയച്ചാ. അത് പറ.
ആഹാടാ അപ്പൊ നോബിയുടെ മകനാണല്ലേ നീ? എടാ, ഇവിടെ നിന്ന് കെട്ടിപ്പിടിക്കടാ, അവിടെ പോയി കെട്ടിപ്പിടിക്കടാ. എന്റെ ചേട്ടാ നോബിയച്ചാന്നല്ല ഞാൻ കെട്ടിപ്പിടിച്ചപ്പോ അച്ഛനെ നോവിച്ചാന്ന് ചോദിച്ചതാ. എന്റെ ഉണ്ണി എന്റെ അച്ഛൻ നൊന്തിലുള്ള പോലെ, നൊന്തിലുള്ള പോലെ, അച്ഛൻ നൊന്തിലുള്ള പോലെ. ഹലോ ഭരത് ഗോപി ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഓനോട് ഇന്ന് കരിയാക്കി ഒറ്റക്ക അതെ ചാടിക്കേറി അച്ഛനാണെന്ന് സമ്മതിക്കണ്ട കേട്ടാ. സമ്മതിച്ചാല് എന്റെ പണി പോവും. ആ, അതല്ല അവൻ ആൾമാറാട്ടം നടത്തി വന്നവനാണെങ്കിലേ നിങ്ങളെ സ്വത്തൊക്കെ അടിച്ചോണ്ട് പോകത്തില്ലേ? ആണോ? ആ ഇനിയിപ്പോ എന്ത് ചെയ്യും? DNA നടത്തണം. ഇതെവിടെ കൊണ്ടുപോണ്? നീ എന്നെ നടത്തണമെന്ന് പറഞ്ഞു. ചേട്ടാ DNA ടെസ്റ്റ് നടത്തണോന്ന് എന്ന് വെച്ചാല് തലേന്ന് മുടിയെടുക്കണം. എടാ തലേന്ന് മുടിയെടുക്കാൻ ഇവൻ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളു. ഇന്നലെ എങ്ങനെ അവന്റെ മുടിയെടുക്കും? എന്റെ ദൈവമേ ആ തലേന്നല്ല പിന്നെ? ഈ തലേന്ന്. ഈ തലേന്ന മുടിയാ അപ്പൊ DNA പൊളിഞ്ഞ് ഇനി എന്ത് ചെയ്യും? ഞാൻ തന്നെ തെളിയിച്ചു തരാം. ആണോ? പിന്നല്ലാണ്ട് പെട്ടെന്നൊന്ന് തെളിയിക്കണം. എനിക്കറിയാൻ പാടില്ലാത്ത പരിപാടിയൊന്നും ഇല്ലല്ല. നോക്കട്ടെ. ഇത് നിങ്ങളുടെ ഉണ്ണിയല്ല. ഇത് നിങ്ങളുടെ ഉണ്ണിയല്ല. നിനക്കങ്ങനെ മനസ്സിലായി? ദേ, ഇതാണ് ഒറിജിനൽ ഉണ്ണി. ഇത് ഡ്യൂപ്ലിക്കേറ്റാ. ഇതാ ആ, ഇവന്റെ സ്ഥിരം പരിപാടിയാ. ഒരു ദിവസം എന്നെ നോക്കി വരച്ചിട്ട് ഇവൻ പറയണ ഇവൻ വരച്ചത് ഒറിജിനൽ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്. എന്നിട്ട് എന്റെ പേരിൽ ആൾമാറാട്ടത്തിന് കേസ് കൊടുത്താക്കിയ ഈ ചെറ്റ. പക്ഷെ കേസ് ഞാൻ ജയിക്കും കേട്ടാ. എങ്ങനെ? ഒറിജിനൽ എന്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ല. അയ്യോ മറിക്ക്, മറിക്ക്. ഒരു ഉടി, ഉടി. നീ എത്ര കാലം എവിടെ ആയിരുന്നോ മോനെ നീ? അരഞ്ഞാ അരഞ്ഞ് ഒരുപാട് അലഞ്ഞു. അതെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ദക്ഷിണേന്ത്യ മുഴുവൻ ഞാൻ അലഞ്ഞു. ഒടുവിൽ ഉത്തരേന്ത്യയിൽ വെച്ച് എനിക്ക് അതിന് ഉത്തരം കിട്ടി. എന്തുത്തരം? ദക്ഷിണേന്ത്യ വെച്ച് ഞാൻ പഠിക്കു പോയാലായിരുന്നല്ലോ. എന്നെ പോലെ തന്നെ തീറ്റി മാത്രമേ ഉള്ളല്ലേ. ഊട്ടി എന്തായാലും മോൻ വന്നല്ല. എന്റെ മോൻ വന്നല്ല. എന്റെ മോൻ വന്നല്ല. പക്ഷെ ഞാൻ 2 ദിവസം കഴിയുമ്പോ തിരിച്ചു പോകും. അയ്യോ എന്തിനാ തിരിച്ചു പോണത്? എന്റെ മൊത്തം ബിസിനസ് പൊട്ടി നിൽക്കാണ്. ആണോ? അച്ഛൻ്റെ നിന്ന് കുറച്ച് ഫണ്ട് മേടിച്ച് എനിക്ക് തിരിച്ചു പോകണം. എന്റെ അടുത്ത് കാശൊന്നുമില്ലല്ലോ. അതിന് അച്ഛന് ബമ്പർ അടിച്ചില്ലേ? എനിക്കാ? ആര് പറഞ്ഞു? പത്രത്തിലുണ്ടായിരുന്നല്ല പുത്തമ്പുരയ്ക്കൽ ദിവാകരന് ബമ്പർ അടിച്ചു ഫോട്ടോ സഹിതം. അത് കണ്ടിട്ടാ ഞാൻ വന്നത്. ആ എടാ പത്രത്തിന് പരസ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് അച്ചടിപ്പശകായിരുന്നു. പുത്തമ്പുരക്കൽ ദിവാകരന് ബമ്പർ അടിച്ചു എന്നല്ല, പിന്നെ? പുത്തമ്പുരക്കൽ ദിവാകരന്റെ ബാർബർ അടിച്ചു. ഞാൻ അടിക്കത്തില്ല. എന്താ പിന്നെ ഫുള്ള് മാറ്റി വെച്ചേക്കട്ടെ. അപ്പം നിങ്ങളുടെ ഈ പൈസ ഇല്ല. ഇല്ല നിങ്ങൾക്ക് ബമ്പർ അടിച്ചിട്ടില്ല. ഇല്ല. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. എന്ത് സത്യം? നിങ്ങളുടെ ഉണ്ണി ഞാനല്ല. അയ്യോ അച്ഛന്റെ ഉള്ളിയല്ല. അല്ല അച്ഛന്റെ പൊന്നുള്ളി മോനല്ല. അല്ല. നടക്കണ ആൾമാറാട്ടം നടത്തി ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയാക്കുവാൻ. അതെ പോയടവൻ. അപ്പൊ എനിക്ക് ഇനിയും ചാൻസ് ഉണ്ടല്ലേ? ഇങ്ങട് വന്നേ. പിന്നെ അവൻ പറഞ്ഞത് കറക്റ്റ് തന്നെ. എന്ത്? ബമ്പർ അടിച്ചത് എനിക്കാ. എന്നിട്ട് പിന്നെ ഇതിന് അവനോട് അങ്ങനെ പറഞ്ഞത്? എടാ അവനോട് ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ എന്റെ ഉണ്ണിയല്ലെന്ന് ഇപ്പൊ അറിയാൻ പറ്റുമായിരുന്ന. ആ ഇത് തന്നെയാണ് അവൻ വന്നപ്പോ തൊട്ട് ഞാൻ പറഞ്ഞത്. എന്ത്? അവൻ നിങ്ങളുടെ ഉണ്ണിയല്ലെന്ന്. അല്ലേ? അത് നിനക്കങ്ങനെ അറിയാ? ദേ ഇത് നോക്കിക്കേ, ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ വരച്ച ഈ രേഖാചിത്രമായിട്ട് അവൻ എന്തെങ്കിലും സാമ്യം ഉണ്ടാ? അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒറിജിനൽ ഉണ്ണി. ഇതാണ് എന്റെ ഒറിജിനൽ അടി. അയ്യോ എന്നാ നല്ല സ്കിറ്റായിരുന്നു എന്റെ അമ്മേ. ചിരിച്ച് ഒരു വഴിയായി. അനീഷേട്ടാ പുതിയ സാധനമൊക്കെ പഠിച്ചോ? ഇവരുടെ ഇടയിലുള്ള ഈ ഹയ്യാന്നുള്ള ഇവരിടുന്ന സാധനം അറിയോ? അത് ഇല്ലില്ല. ഞങ്ങളൊക്കെ അത് ചെയ്യും. ഒന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അയ്യോ അയ്യോ ആ കിട്ടും സാധനം കിട്ടും. അത് പതുക്കെ കാപ്പി കയറിയാ മതി അല്ലേ? അതൊക്കെ കിട്ടുമോ? അനീഷേട്ടൻ ഭയങ്കര ക്യൂട്ടാ. പെർഫോമൻസ് ഒക്കെ കാണാൻ വേണ്ടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. Thank you. ഐ ലവ് യു. ഉമ്മ. അപ്പൊ ഇന്ന് പുതിയ മെസ്സേജ് ഒക്കെ വരുമല്ല. എവിടെ? ഇന്നിപ്പോ പുതിയ മെസ്സേജ് ഒക്കെ വരും. നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയോ, ബാക്കിലൊരു ഓറയും ഇങ്ങനെ ഒരു ചിറകൊക്കെ കാണുന്നുണ്ടോ? ഞങ്ങൾ നല്ലതല്ലേ? അല്ല, ഞങ്ങൾ നല്ല എടാ, മാച്ചല്ലേ? വേറെ സംഭവം അറിയോ? കോമ്പിനേഷൻ അടിപൊളി. എടാ ബൈജു, എന്തോ ഇവന് അനീഷിന് ഒരു കാര്യം ചെയ്യും. എല്ലാ ദിവസവും അമൃതയുടെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഇവൻ വിചാരിക്കും എലീനെ എവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇല്ല പറഞ്ഞേക്കല്ലേ? ഇല്ലില്ല വരത്തില്ല. അല്ല മെസ്സേജ് വരും. ഓക്കെ നമുക്ക് ഈ ടോപ്പിക് അങ്ങ് മാറ്റി വിടാം. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? എനിക്ക് ഉണ്ണീന്റെ ഓരോ ഘട്ടത്തിന്റെ ഡ്രോയിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉണ്ണീന്റെ ഉള്ളിൽ ഒരു ഉണ്ണി, പിന്നെ ഉണ്ണിയിൽ ഒരുപാട് ഉണ്ണികള്. അല്ല അത് ഞങ്ങള് ആർട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ കണ്ടു തന്നെ അവര് വരച്ചു വെച്ചു. കള്ളൻ അല്ല കാര്യമായിട്ട് അവരാ വരച്ചത്. അടിപൊളി കേട്ടാ. നന്നായിട്ടുണ്ട്. അല്ല, നമ്മുടെ ഇവിടെ
മഞ്ഞക്കിളികൾ ഏത് ഉണ്ണിയായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഉണ്ണി? ലാസ്റ്റത്തെ ഉണ്ണിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ, ഇഷ്ടം. ഇതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഉണ്ണീനെ ഇഷ്ടപ്പെടാത്ത. എല്ലാവർക്കും ആ ഉണ്ണിയെ ഇഷ്ടപ്പെട്ടെ. പക്ഷെ അടിയുണ്ടാവും. എനിക്ക് ആ ഉണ്ണീന്റെ ഉള്ളിൽ കുറെ ഉണ്ണികൾ ഉണ്ടായിരുന്നില്ല. അയ്യോടാ. ആ ഉണ്ണിയാ എനിക്ക്. ആ ചാർട്ട് പേപ്പർ ഒന്ന് കൊടുത്തു വിട്ടേക്കണേ. അതിന് ബോംബെയിലെ വീട്ടിലുള്ളതാണ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയാലോ ബാറ്ററി എത്ര Yes, ചാർജ് കയറി yes. അനീഷേട്ടാ റെഡിയാണോ? വാ നോക്കാം. കിടിലം കിടിലം. ഈ അവസരത്തിൽ എന്നാ പറയാനുള്ളത്? മറ്റേ ഐ ലവ് യു ഉണ്ട് ഇതും കൂടി ആയപ്പോ ഇട്ടിട്ടില്ല അളിയാ. അപ്പൊ ഓണം ബമ്പർ ആർക്ക്? അതെ. അനീഷ്. 50,000 പൈസ ആയിട്ട് വേണ്ടേ? അത് വേണം. അയ്യോ. അങ്ങ് ഇട്ട് കൊടുക്കുക. അയ്യോ 50,000 പോകുന്നൊരു വിഷമം. അതെ, ഭയങ്കര ഒരു ഇതാ. ഹയ്യാ. ചേച്ചിയുടെ അത് കടം ചോദിച്ചാൽ ചിലപ്പോ ചേച്ചി തരും. ഏ? പക്ഷെ കിറ്റിന്റെ പൈസ എക്സ്ട്രാ ഒരു രൂപ തരൂല. ആ അത്രേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കണം ബാങ്കർ ആയി കഴിഞ്ഞാൽ, അല്ലേ ചേച്ചി? തരൂല. എന്താ ടിവിയിൽ സ്ക്രീൻ വെട്ടിമുറിച്ചതാ? അല്ലല്ല, ഇവിടെ വീണ്ടും ഒരു ചിരിയുടെ അംഗം നടക്കാൻ പോവുകയാണെന്ന് ഞാൻ ആദ്യം കാണിച്ചത്. ഓ അങ്ങനെ. ആ വേഗം പറ, മഴക്കോളുണ്ട് അങ്ങ് അറ്റത്തുനിന്ന്. ശരി, ഒന്നുമില്ല. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ വെറും കിടിലങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി മണി. എന്റെ ദൈവം, ആദ്യമായിട്ടാണ് ഞാൻ ഇത് കേൾക്കുന്നത്. സിംപ്ലി Simply, yeah. സിംപ്ലി ദേ ആർ കിടിലംസ്. നമ്മുടെ ഷാജി മാവേലിക്കര ടീമാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം ബാക്ക് ടു ബാക്ക് 50,000 അടിച്ച ടീമാണ്. നമ്മുടെ നാട്ടുകൂട്ടം റെഡി അല്ലേ? ഒരു വിളിച്ചേ. ചേച്ചി നമുക്ക് ബാറ്ററി ഓൺ ചെയ്യാം. ബാറ്ററി ഓൺ ഓണായി. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് വെൽക്കം ഷാജി മാവേലിക്കര ആൻഡ് ടീം. അതെ, റെയിൻബോ കിട്ടിയത്. അതെ, ഈ റെയിൻബോ വണക്കം, വന്ദനം, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ആവശ്യമുള്ളത് ചേട്ടൻ എടുത്തിട്ട് ബാക്കി കളഞ്ഞോളൂ. ഞാൻ ഈ സബാഡി ആൻഡ് സബാഡി കമ്പനിയിൽ നിന്ന് വരുവാണ്. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബാക്കിയുള്ളവരെയും കൂടി വിളിക്കുവാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് സംസാരിക്കാറുണ്ട്. സോമനുമായിട്ട് സംസാരിക്കുന്നതിന് ബാക്കിയുള്ളവരെ വിളിക്കേണ്ട കാര്യം എന്തുവാ? കോമൺ അല്ല, കോമൺ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് അവരെ എല്ലാരും കൂടെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. രാജു, ബാബു, കേശവ, എല്ലാരും ഓടി വേടാ. ഒരു വെള്ളപ്പന്നിക്ക് എന്തോ സംസാരിക്കണം. കഴുത്തേൽ ഒരു മഞ്ഞച്ചേരയും കിടപ്പുണ്ട്. ഓ നൈസ്. ആ പറയണ. വണക്കം, വന്ദനം, നമസ്കാരം. എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഓ, നിങ്ങൾ ചീട്ട് കളിക്കണ സ്ഥലമാണല്ലേ? വണക്കം, വന്ദനം, നമസ്കാരം, അസ്സലാമു അലൈക്കും. അതില്ലാതെ പറയടാ. അതെ, ഞാനേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരുമുള്ള റെയിൻബോ കോളേജ് എന്ന് നാട്ടുകാർ പറയും. പക്ഷെ ഞാൻ പറയൂല, നിങ്ങൾ നല്ല ആൾക്കാരാണ്. എന്റെ കമ്പനിയെ കുറിച്ച് ഞാൻ രണ്ടു വാക്ക് പറയട്ടെ. അപ്പൊ എന്റെ കമ്പനിയെ കുറിച്ച് പറയാം. തല കെട്ടിക്കോ. എന്തിന്? ആവശ്യം വരുവടാ. അപ്പൊ ഞാൻ ഇവിടെ നിന്നാ മതിയോ? ഇനി പറ.
വണക്കം, വന്ദനം, നമസ്കാരം, അസ്സലാമു അലൈക്കും. അതല്ലാതെ പറയടാ. അല്ല, ഇതൊരു ടെമ്പോയി പഠിച്ചു വെച്ചേക്കുന്നോണ്ട് ഇതില്ലാതെ എനിക്ക് വേറെ കിട്ടും. പറയാം. നമ്മുടെ സ്ഥാപകൻ എന്ന് പറഞ്ഞ ഡാവിഞ്ചി കൊബോറ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ കമ്പനിയുടെ സ്ഥാപകൻ. എടാ അത് ഈ വയറിളക്കം വരുമ്പോ കൊച്ചു പിള്ളേർ എറിഞ്ഞു തൂറുന്ന ഒരു അസുഖമല്ലേ? അത് കോളറ. ഇത് ബോളറ. 30 കളി ഒരുമിച്ച് പോയാ. ഉപയോഗം കഴിഞ്ഞാ തോർത്തിഞ്ഞതാ. ഇതിനായിരുന്നു ഇത് വെച്ചത്. ചെറിയ പരിപാടി. ഇനി കാര്യം പറ. അപ്പൊ ഞാൻ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാം. മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ഈ സാമ്പത്തിക അടിത്തറ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. മനസ്സിലായി? അപ്പൊ നിങ്ങളെ ഞാൻ സാമ്പത്തികമായിട്ട് ഫിറ്റ് ആക്കാൻ പോവുകയാണ്. അയ്യോ, തല കുലുക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അവനെല്ലാം അങ്ങ് മനസ്സിലാക്കുമെന്ന്. അപ്പൊ ഞാൻ ചേട്ടനോട് കാര്യങ്ങൾ പറയാം. നോക്കൂ, നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ നന്നാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയാൻ പോവാണ്. ആദ്യം നമ്മൾ ഒരു സൈക്കിൾ സ്വപ്നം കാണണം. ആ സൈക്കിളിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു ബൈക്ക് സ്വപ്നം കാണുക. ആ ബൈക്കിൽ ഇരുന്നുകൊണ്ട് ഒരു കാറിനെ സ്വപ്നം കാണണം. എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കണത്? ബൈക്കിന് സ്വപ്നം കണ്ട് പോയതാണ് എന്റെ അച്ഛൻ പാണ്ടി ലോറി ഇടിച്ച് മരിച്ചത്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന്. സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതാണ് നിങ്ങളുടെ കുഴപ്പം. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് ചേട്ടനും ഒരു ടീം, ചേട്ടനും വേറൊരു ചേട്ടനും ഒരു ടീം. ഇനി ചേട്ടന്റെ ഭാര്യ ആ ചേട്ടന്റെ കൂടെ, ചേട്ടന്റെ ഭാര്യ ആ ചേട്ടന്റെ കൂടെ. എന്നാണ് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല. എന്റെ ഭാര്യ അവന്റെ കൂടെ ആണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇപ്പം യവൻ വെളിയിൽ നിന്ന് വന്നോർത്തം പറഞ്ഞപ്പോഴെങ്കിലും നീ വിശ്വസിച്ചില്ല. അതങ്ങനല്ല. പിന്നെ അതായത് ചേട്ടന്റെ ഭാര്യ ആ ചേട്ടന്റെ കൂടെ ആവുമ്പോ കമ്പനി ഒരു മാർക്ക് തരും. ദൈവമേ, ഇതിനൊക്കെ കമ്പനി മാർക്ക് കൊടുക്കും? എങ്ങനെ ഇത് നേരത്തെ പറഞ്ഞായിരുന്നേ? നേരത്തെ തന്നെ നിന്റെ കമ്പനിയിൽ കയറി ഞാൻ ഫുൾ മാർക്ക് മേടിച്ചായിരുന്നു. ഇപ്പൊ കാര്യം മനസ്സിലായില്ലയോ? അയ്യോ, അതായത് നിങ്ങളെ എല്ലാരെയും ഞാൻ എന്റെ കമ്പനിയിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ ലീഡർ. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. നീ എന്റെ കൊച്ചിനെ തല്ലിയല്ലേടാ? എന്നിട്ട് നീ ഇവിടെ വന്നിട്ട് ചീട്ട് കളിക്കും. എടാ, നിന്നെ ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ തിരിച്ചു തല്ലും. അങ്ങനെ ചുമ്മാ ആടിക്കേറി മണിയനെ തല്ലാനും ഒക്കത്തില്ല. എന്താടാ? മണിയന് ഇപ്പൊ ഒരു ആശാനുണ്ട്. അതാരാണ്? നീ അല്ലയോടാ ആശാൻ, ലീഡർ. അത് ഞാൻ ഇവരെ എല്ലാരും എന്റെ കമ്പനി ചേർത്തു. അതേലേ, ഈ ചേട്ടനാണ് ഏറ്റവും അടിയിൽ. അതിന്റെ മുകളിൽ ഈ ചേട്ടൻ. അതിന്റെ മുകളിലാണ് ആ ചേട്ടൻ. ഞാനാണ് ഇതിന്റെ എല്ലാം മുകളിൽ. നീ ഞങ്ങളെ അടിച്ചല്ലേ? ഈ മണിയനെ കൊണ്ട് നിന്റെ മുട്ടുകാൽ അടിച്ചൊടിച്ചില്ലെങ്കിൽ ഞങ്ങളെ പേര് പൊട്ടിക്കട്ടോ. എടി രമ്യേ, ഇറങ്ങി വാടി. എന്റെ അമ്മായിയമ്മ നിന്റെ ഈ പന്നത്തള്ളയല്ലേ തല്ലി. എന്താടാ നിനക്ക്? നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടാക്കരുത്. നീ ഏതാടാ? ഞാനാണ് സബാട്ടി. നീ എന്നോട് ഇന്നലെ എന്നാടാ പറഞ്ഞേ? ഞാൻ നാളെ മുതൽ കള്ളുകൂടി നിർത്തിക്കോളാം, നാളെ മുതൽ പണിക്ക് പൊക്കോളാം. എന്നിട്ട് നീ ആ വാക്ക് പാലിച്ചോടാ. ഈ നാട്ടുകാരുടെ മൊത്തം വോട്ട് മേടിച്ച് ജയിക്കുന്ന മന്ത്രി വാക്ക് പാലിക്കുന്നില്ല, MLA വാക്ക് പാലിക്കുന്നില്ല. പിന്നെ അല്ലേ ഒരു വോട്ട് പോലും കിട്ടാത്ത ഞാൻ വാക്ക് പാലിക്കുന്നത്? ഇതുകൊണ്ട് അടിച്ച് കൊല്ലടാ തള്ളേ. ഇതെനിക്ക് തന്നെ തല പൊക്കാൻ പോലും പറ്റും. ആരാടാ നിന്റെ ഈ തള്ളേ? എന്റെ അമ്മ വല്ലതും പറഞ്ഞുണ്ടല്ലോ. കല്യാണം കഴിച്ചപ്പോ നിങ്ങൾ എന്നോട് എന്തുവാ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞിട്ട് എന്നെ രാജകുമാരിയെ പോലെ സിംഹാസനത്തിൽ ഇരുത്താന്ന്. എന്നിട്ട് എവിടെയാണ് നിന്റെ സിംഹാസനം? ആ സിംഹാസനം വലിയോ നമ്മുടെ വീട്ടിൽ കിടക്കുന്നത്? അയ്യാ, ഫസ്റ്റ് ഒരു സിംഹാസനം. ആ സിംഹാസനത്തിനകത്ത് തുളയിട്ടല്ലോടാ നിന്റെ നടു പൊങ്ങാത്ത തന്ത കക്കൂസി പോന്നത്. ഇതുകൊണ്ട് വെട്ടി വേണ്ട, ഇത് പിടി. എവരെ കൈകൊണ്ടടിച്ച് ഞാൻ കൊല്ലുന്നു. സ്ത്രീകളെ കൈകൊണ്ട് തല്ലുന്നത് തെറ്റാണ്. സോറി.
പുരുഷന്മാരെയും തല്ലുന്നത് തെറ്റാണോ? എന്റെ കൊച്ചിന്റെ കഴുത്തെ കിടന്ന് ഒരു പൊട്ടി മിന്നെടുത്ത് വിറ്റിട്ടല്ലോടാ നീ 8 ചട്ടി ഓണത്തിന് മേടിച്ചത്? എന്തിനായിരുന്നടാ? പിന്നെ ജെട്ടി കൊടുത്തിട്ടാരെങ്കിലും സ്വർണം തരുമോ? ഒരു മിനിറ്റ് നിർത്ത്. ഇത്രയും പ്രശ്നം ഇവിടെ വന്നിട്ട് ഒരു വായി നോക്കി തെണ്ടി നിൽക്കുന്ന നിപ്പ് കണ്ടോ? മിണ്ടാതെ ലീഡറാണ്. മിണ്ടാത്തതായിരിക്കും നിങ്ങൾക്ക് പ്രശ്നം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ എന്നോട് പറഞ്ഞ് ഓണത്തിന് നിന്നെ നിന്റെ അമ്മേനെ വീഗാലാൻഡിലോട്ട് എങ്ങാണ്ട് കൊണ്ടുപോകുമെന്ന്. എന്നിട്ട് കൊണ്ടുപോയടാ നീ? എടി ഞാൻ അതെല്ലാം പ്ലാൻ ചെയ്ത് ഓക്കെ ആക്കിയത്. അപ്പോഴല്ലേ ഈ തള്ള പറഞ്ഞ വരുന്നില്ല എന്ന്. അപ്പൊ അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞോണ്ടാണോ പോനെ? അതുകൊണ്ടാണോ? അമ്മയോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ ചേട്ടാ? അയ്യോ, സ്നേഹം കണ്ടല്ല. ഏതായാലും വലിയ റൈഡേ കയറ്റി പറത്തി അങ്ങോട്ട് വിട്ടിട്ട് ആള് കറക്കോ കറങ്ങി താഴെ വരുന്നത് എവര് തല കറങ്ങി വീണി ചാവും. അതിന് വേണ്ടിയാ. അപ്പോഴേ ഇവര് കാല് മാറി. മനസ്സിലിരിപ്പ് കണ്ടതല്ലേ? അയ്യോ, അപ്പൊ ഞാൻ ചാവണം അല്ലയോടാ? എന്നിട്ട് നീ ഇവളോട് എങ്ങനെ ജീവിക്കൂടാ? ആ, ഉത്തരവും കിട്ടി. പറഞ്ഞു കൊടുക്ക്. നാളെ കൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് എന്നെ പോലുള്ള സബാട്ടിമാരുടെ ആവശ്യം ഇവിടെ വരുന്നത്. നിങ്ങളെ പോലെ തന്നെ സാമ്പത്തിക അടിത്തറയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്കിന്ന് സ്വന്തമായിട്ട് വീടുണ്ട്. ഞാൻ ഇന്നലെ സ്വന്തമായിട്ട് പുതിയൊരു കാർ വാങ്ങി. അതുണ്ട്. കാറുണ്ട്. കാറുണ്ടെന്നല്ലേ പറഞ്ഞത്? കാറില്ല. ആ കിടക്കുന്ന പുതിയ കാർ അവിടെ കിടന്ന പുതിയ കാറുണ്ടേ. ആ കാറിനെ പൊളിച്ചാൽ ഞങ്ങൾ അടിക്കാൻ വേണ്ടി ഇപ്പൊ എല്ലാം കൊണ്ടുവന്നത് ഇവിടെ. റെയിൻബോ കോളനി. ഏറ്റവും താഴെ സെബാറ്റി. അപ്പൊ ഞാനോ? ഏറ്റവും മേളില്. നല്ലൊരു റൗഡി സ്കിറ്റ് ആയിരുന്നു. റൗഡി ബേബി എന്നൊക്കെ പറയുന്നത് ഒരു സൈഡില് റൗഡി ബേബീസും, അയ്യോ എന്റെ പൊന്ന് റൗഡി ബേബീസ്. സന്തോഷം ഒഴികെ ഫുള്ള് റൗഡീസ്. അതെ, ചേച്ചിയാണെങ്കിൽ ടൂ ഗുഡ്. ഇങ്ങനെ പാവം സന്തോഷിനെ അടിച്ചടിച്ച് പാവം. അത് പോരാന്ന് പറഞ്ഞു. എന്നോട് പറ ഇപ്പോഴും ചോദിക്കും അച്ഛനോട് എന്താ ഉറക്കെ അടിക്കാൻ. ഞാൻ അത് സങ്കടം കൊണ്ട് ചോദിച്ചാണ്. ചേച്ചിയുടെ ശരിക്കുള്ളൊരു സ്റ്റണ്ട് മിസ് ചെയ്തു എന്നോണം പറയാൻ. ശരിക്കും അതെ അതെ. രാധി ചേച്ചിയുടെ ഓരോ അടിക്കും അവിടെയായിരുന്നു ചിരിയും കയ്യടിയും. സത്യസന്ധമായിട്ട് പറ സന്തോഷം, ഉച്ചിയിലുള്ള ഒരു അടി കിട്ടിയില്ലേ? എല്ലാ അടിയും കിട്ടി. അതെ, ഞാൻ അവിടെ വെച്ചേ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല രാധി, നമ്മൾ അഭിനയിക്കുകയാണ്, ശക്തമായിട്ട് അടിച്ചാലേ എനിക്ക് കേറി അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ വേദന എടുക്കും. വേദന. ഒരു മിനിറ്റ്, സന്തോഷിനെ അങ്ങനെ അടിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ? അതല്ല. ആണോ? ചെപ്പക്കുട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്രോപ്പർ അടിക്കണം. ഇടയ്ക്കൊരെണ്ണം ഏതോരെണ്ണം കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് ഞാൻ 2 ആക്ടറിനെ സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഹിന്ദിയിൽ വരൂ. ആൾക്കാർ നിങ്ങൾക്ക് പറ്റിയ ആളാണ്. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ റിയലിസ്റ്റിക്. ഒന്ന് അക്ഷയ് കുമാർ, ഒന്ന് സണ്ണി ഡിയോൾ. പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണു ബോളിവുഡിൽ. വേഗം വിളിക്കട്ടെ അല്ലേ? അങ്ങനെ ഒരു സിനിമയും കിട്ടും, അടിയും കിട്ടും. അല്ല നമുക്ക് അല്ലെങ്കിൽ ഈ കുടം ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് പോയാൽ നമുക്ക് അല്ല, അപ്പൊ നിങ്ങൾ വേറെ ഒരു ആർട്ടിസ്റ്റ് മുമ്പിലുണ്ടെങ്കിൽ അവരെ അടിക്കുമോ നിങ്ങള്? അല്ല, അവരുടെ അനുവാദം ഇല്ലാതെ ചെയ്തില്ല. പക്ഷെ KPSC ആന്റിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. KPSC ആന്റിന്റെ കൂടെ വർക്ക് ചെയ്ത അടി മീൻസ് ആ ക്യാരക്ടറിന് അടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി കിട്ടും. അതിനൊരു വേറെ ഒന്നുമില്ല, കറക്റ്റ് കിട്ടും. ഞാൻ ഒന്ന് ആ ചേച്ചിയിലേക്ക് കണക്ട് ചെയ്തിട്ട് കുറെ നേരമായിട്ട് ചേച്ചി എന്തോ പറയാൻ വേണ്ടി ഇരിക്കുന്നു. പറഞ്ഞ ചേച്ചി. അത് ശരിക്കും പറഞ്ഞാൽ രാധിക ചേച്ചി ഇല്ലേ, ആ കേറി വന്ന ഒരു ഇൻട്രോ ഇല്ലേ, ഞാൻ സത്യമായിട്ട് വൈഫായിരിക്കുന്ന. കാരണം ഭാര്യമാരാണ് അമ്മമാരെക്കാളും കൂടുതൽ അറ്റാക്കിങ് ടെൻഡൻസി എന്തോ ജീവിതത്തിലെ എന്തോ ഏടുകൾ അല്ലേടി, ജീവിതത്തിലെ എന്തോ ഏടുകൾ എടുത്ത് പറയുന്ന പോലെ അല്പം കൈപ്പേറിയ ഏടുകളായിരിക്കും ചിലതൊക്കെ. ചേട്ടനിപ്പോ ഏതാ ആശുപത്രിയില്? ചേട്ടന് കയർ ബോർഡിലാണ്, പക്ഷെ ഇടയ്ക്കൊക്കെ വരാറുള്ളതുകൊണ്ട്. അതാ ഇടയ്ക്കിടയ്ക്ക് വരണത്. എങ്കിൽ അടികൊണ്ട് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ. പാവം മേനയുണ്ടോ ഇനി ശരി, എത്രത്തോളം മണി നമുക്ക് നോക്കാം. കമാ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ 30,000 rupees ആണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി പ്ലീസ് ട്രാൻസ്ഫർ. ഒരടിക്ക് 5000 വെച്ച്
3 അടി. 5000 രൂപ. ഒരടിക്ക് 5000 രൂപ വെച്ചോ? 1 അടിക്ക് 10,000 10,000. ബാക്കി പിന്നെ ഷാജി എണ്ണൊക്കെ കൊണ്ടത് കാണാൻ. അയ്യോ സോറി ശരി. അതൊക്കെ നിങ്ങൾ തമ്മിൽ തല്ലി തീർത്താന്ന് എനിക്കറിയണ. നിങ്ങൾ റെഡിയാണോ പെർഫോം ചെയ്യാൻ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പെർഫോമൻസ് അങ്ങ് കാണാന്ന് വിചാരിച്ചു. ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കും. ഭയങ്കര കൂളായിട്ടാണ് ഇവര് ഡാൻസ് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര എനർജി ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ. എല്ലാരും അസാധ്യമായിട്ടാണ് കാണാനുള്ളത്. ബ്യൂട്ടിഫുൾ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ എനർജി അവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾ കൈകൊട്ടി ശരിക്കും അയ്യോ അതെ. അതുകൊണ്ട് ഈ തളർച്ച മാറ്റാൻ വേണ്ടി കിടന്ന് ഉറങ്ങിയാലേ പറ്റുള്ളൂ. ഗൈസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം കാണാം പവർഫുൾ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.